അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ എം ദേവയാനി പുതിയ പ്രസിഡന്റ്. മാറ്റം UDF-ലെ മുന്നണി ധാരണ പ്രകാരം. വൈസ് പ്രസിഡന്റും മാറും. മണ്ണാർക്കാട് തെങ്കര ഗ്രാമപഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി വാട്ടർ അതോറിറ്റി. ഭരണാനുമതി 8.5 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക്. ആദ്യഘട്ടത്തിൽ തടയണയും കിണറും പ്ലാന്റും നിർമ്മിക്കും. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ എലുമ്പലാശ്ശേരി ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവം. ശാഖാ മാനേജർക്കും ബാങ്ക് ജീവനക്കാരനുമെതിരെ ഭരണസമിതി പോലീസിൽ പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ. ആനമങ്ങാട് മണലായയിൽ മത്സ്യം വളർത്തുന്ന കോറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കോറി മാലിന്യ പ്രശ്നമുണ്ടാക്കുന്നതായി സമീപവാസികൾ. പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സ്ഥലം സന്ദർശിക്കും. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ചെറുപ്പളശ്ശേരിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ല. അധികൃതരുടെ അനാസ്ഥയെന്ന ആരോപണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. 8ാം വാർഡംഗം കോൺഗ്രസിലെ എം ദേവയാനിയാണ് പ്രസിഡന്റായത്. മുന്നണി ധാരണ പ്രകാരം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 11 മണിയോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ലെ കോൺഗ്രസ് അംഗം എം ദേവയാനിയും CPM-ലെ 15ാം വാർഡ് അംഗം TP ഇന്ദിരയും മത്സരിച്ചു. ദേവയാനിക്ക് 8 വോട്ടും TP ഇന്ദിരയ്ക്ക് 7 വോട്ടുമാണ് ലഭിച്ചത്. 15-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും കഴിഞ്ഞ മാസമാണ് ലീഗിന്റെ പ്രസിഡന്റ് K നഫീസ രാജിവെച്ചത്. തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ നവംബർ 30-ന് തെരഞ്ഞെടുപ്പിന് നിർദ്ദേശിച്ചു. 12 മണിയോടെ തന്നെ ദേവയാനി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും. ഷൊർണൂർ PWD ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M രാജേഷ് ആയിരുന്നു ഭരണാധികാരി. ലീഗിനും കോൺഗ്രസ് അംഗങ്ങൾക്കും പുറമെ 2 CPM വിമതരുടെ പിന്തുണ കൂടി പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ദേവയാനി ബുധനാഴ്ച സ്ഥാനം രാജിവെച്ചാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കോൺഗ്രസിലെ ഏക വനിതാ അംഗമാണ് ദേവയാനി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ ഭരണമാറ്റത്തിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഉടൻ മാറ്റമുണ്ടാകും. കോൺഗ്രസ് അംഗമായ മുരളീധരൻ അടുത്ത ഭരണസമിതി യോഗത്തിന് ശേഷം രാജിവെച്ചേക്കും. UDF-ലെ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും പരസ്പരം മാറണം. ഇതിന്റെ ഭാഗമായി 2 വർഷത്തിന് ശേഷം ഭരണ നേതൃത്വം ലീഗ് കോൺഗ്രസിന് കൈമാറി. ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് ലീഗിനും കൈമാറും. അടുത്ത മാസം ആദ്യവാരത്തിൽ നടക്കുന്ന ഭരണസമിതി യോഗത്തിന് ശേഷം രാജിക്കത്ത് നൽകാനാണ് ആലോചിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഇതെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പാർട്ടി നിർദ്ദേശിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഇതിനിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ദേവയാനി രാജിവെച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ UDF ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്തുകളിലെ ആദ്യ ഭരണമാറ്റമാണ് അനങ്ങനടി പഞ്ചായത്തിലുണ്ടാകുന്നത്. ലക്കിടി പേരൂർ പഞ്ചായത്തിലും ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും ഭരണ നേതൃമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണ്ണാർക്കാട് തെങ്കര ഗ്രാമപഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം അഡ്വക്കേറ്റ് KV മാണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് ലെവൽ സ്കീം സാങ്ഷൻ കമ്മിറ്റിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. 25 കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക. അതിൽ ഒന്നാം ഘട്ടമായി അനുവദിച്ച 8,64,60,000 രൂപ കൊണ്ട് മാസപ്പറമ്പിൽ തടയണയും കിണറും പ്ലാന്റുമാണ് നിർമ്മിക്കുക. കേന്ദ്ര ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തി 50% സംസ്ഥാന സർക്കാർ വിഹിതവും 50% കേന്ദ്ര സർക്കാർ വിഹിതവുമാണ് പദ്ധതിക്ക് വേണ്ടി തുക വകയിരുത്തിയിരിക്കുന്നത്. 2040 വരെ എത്തുന്ന പ്രതീക്ഷിത ജനസംഖ്യയുടെ കണക്കെടുപ്പാണ് ഈ ബൃഹത് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള പ്ലാന്റ് നിർമ്മാണത്തിനായി കൈതച്ചിറയിലും ടാങ്ക് നിർമ്മാണത്തിനായി ശിവൻകുന്നിലും തുഞ്ചക്കോട്ടുമായി സ്ഥലം എടുത്തു നൽകേണ്ടത് മണ്ണാർക്കാട് തെങ്കര ഗ്രാമപഞ്ചായത്തുകളാണ്. ഇതിനാവശ്യമായ ഉറപ്പുകൾ ഇരു പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊജക്ട് റിപ്പോർട്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് സമർപ്പിച്ചത്. ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്ന തുക ഈ സാമ്പത്തിക വർഷം തന്നെ ചിലവഴിക്കുന്ന മുറയ്ക്ക് 2ാം ഘട്ട പദ്ധതി നടപ്പാക്കാനുള്ള തുകയ്ക്കും ഭരണാനുമതി ലഭിക്കുമെന്ന് KV മാണി പറഞ്ഞു. 25 കോടി രൂപയാണ് നമ്മുടെ 2 പഞ്ചായത്തിലേക്കുമായി 2040 കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വരുന്ന സംഖ്യകൾ. അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ 8.5 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റേറ്റ് ലെവൽ സാങ്ഷനിങ് കമ്മിറ്റിയിൽ വെച്ച് കേരള വാട്ടർ അതോറിറ്റിയിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച് 8,64,60,000 രൂപ അനുവദിച്ച് ഭരണാനുമതിയായിരുന്നു.
ആ ഒരു സന്തോഷ വാർത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ വളരെ കാലമായിട്ട് ഇപ്പോഴും കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളും ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത പ്രദേശമുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇൻടേക്ക് വെല്ലും അതുപോലെ തന്നെ പ്ലാന്റും വിയറും തടയണയും കെട്ടിക്കൊണ്ട് മാസപ്പറമ്പിലെ പ്ലാന്റും അതുപോലെ തന്നെ അവിടെ കുന്തിപ്പുഴയ്ക്ക് തടയണയും ഇതിനാവശ്യമായ ഇൻടേക്ക് വെല്ലും കിണറും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള 8.5 കോടി രൂപ 8,64,00,000 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ആനമങ്ങാട് മണലായിൽ മത്സ്യം വളർത്തുന്ന കോറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുകയും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായും പരാതി. കോറിയിൽ കോഴി അവശിഷ്ടങ്ങളും മറ്റും നിക്ഷേപിച്ചാണ് മത്സ്യത്തിന് തീറ്റ നൽകുന്നത്. പെരിന്തൽമണ്ണയിലെ 25ഓളം വ്യക്തികൾ സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടത്തിനെടുത്ത കോറിയിലാണ് മീൻ വളർത്തുന്നത്. ആനമങ്ങാട് മണലായ കണ്ടഞ്ചിറയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ കോറിയിൽ നിന്നാണ് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നത്. മണലായയിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നും മീൻ വളർത്തുന്നതിന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ വ്യക്തികൾ പാട്ടത്തിനെടുത്തതാണ് ഈ കോറി. അസം വാള മത്സ്യ ഇനത്തിൽപ്പെട്ട 50,000 മത്സ്യക്കുഞ്ഞുങ്ങളെ മാസങ്ങൾക്ക് മുമ്പ് ക്വാറിയിൽ നിക്ഷേപിച്ചിരുന്നു. ഇവയ്ക്ക് കോഴി അവശിഷ്ടങ്ങളാണ് തീറ്റയായി നൽകുന്നത്. കോഴി അവശിഷ്ടങ്ങൾ സ്ഥിരമായി തള്ളുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മത്സ്യകൃഷി നടത്തുന്ന സ്വകാര്യ വ്യക്തികൾ ഭീഷണി സ്വരത്തിൽ എതിർത്തതായി സമീപവാസി കാസിം പറഞ്ഞു. പലവട്ടം ദുർഗന്ധം സഹിക്കാതെ വീട്ടില് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് പോലും അവർ വെള്ളം കുടിക്കാതെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഛർദ്ദിച്ച് അവശനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ അവർക്ക് അഡ്ജസ്റ്റ് കൊടുത്തതിന് ശേഷം 4 ദിവസം മുമ്പ് ഞാനും എന്റെ അനിയനും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനും ഈ ഛർദ്ദിയിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പഞ്ചായത്തിൽ പോയി 2 ദിവസം പഞ്ചായത്തിന് മറുപടി കിട്ടാതെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുന്ന് രാഷ്ട്രീയക്കാർ ഇടപെട്ടതിന്റെ പേരിൽ അതിന് കിട്ടായായി ഇന്ന് വീണ്ടും പഞ്ചായത്തിൽ പോയി. പഞ്ചായത്ത് പ്രതിനിധികൾ വന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും അതിലൊരു വിശ്വാസം അർപ്പിക്കുന്നില്ല. എന്റെ വീട്ടിൽ എനിക്ക് ജീവിച്ചു പോവുക എന്നുള്ളത് മാനസിക പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് വ്യക്തിവൈരാഗ്യമോ ഒന്നുമില്ല. ഇത് നല്ല രൂപത്തിൽ അവർ തീർത്തു പോകാനുള്ള എല്ലാ സജ്ജീകരണവും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് അവരോട് അപേക്ഷിച്ചും അവർ രാഷ്ട്രീയപരമായിട്ടും മറ്റു രൂപത്തിലും ഭീഷണി രൂപത്തിലും നടത്തി പോവുകയാണ്. അത് ഏത് തരത്തിലായാലും ശരി. പിന്നെ ഇനി വേസ്റ്റ് ഇറക്കിയിട്ടില്ല അവിടെ കൃഷി നടത്താൻ ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും എന്റെ ഭാഗത്തുനിന്ന് അതിന് സപ്പോർട്ട് കിട്ടൂല. പ്രദേശവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി, പഞ്ചായത്ത് അംഗം CK അബ്ദുൾ റഫീഖ്, മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി റഷീദ് പാറൽ എന്നിവർ മീൻ വളർത്തുന്ന ക്വാറി സന്ദർശിച്ചു. മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് ഉള്ളതെന്നും പരാതി ലഭിച്ച സാഹചര്യത്തിൽ മീൻ വളർത്തുന്ന ക്വാറി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലാത്ത് വീരാൻകുട്ടി പറഞ്ഞു. മത്സ്യകൃഷി പോലെ ചെയ്യുന്ന അത്തരം കർഷകരെ പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിന്റെ പോളിസി. അപ്പൊ മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ ഇരിക്കുന്ന തരത്തിൽ വേണ്ട നടപടികളൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കർശനമായി ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കുമില്ല. മറ്റുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗാണുക്കൾ വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പഞ്ചായത്ത് വളരെ സജീവമായി ഇടപെടുകയും അത് വേണ്ടി വന്നാൽ കർശന നടപടികൾ ആ വിഷയത്തിൽ എടുക്കും. ഇതേസമയം ക്വാറിയിൽ മാലിന്യം തള്ളിയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാണിച്ചു കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഇരിക്കുകയാണ് സമീപവാസികൾ. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ എലുമ്പലാശ്ശേരി ശാഖയിൽ നിന്ന് മുക്കുപണ്ടം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ശാഖാ മാനേജർക്കും ബാങ്ക് ജീവനക്കാരനുമെതിരെ ബാങ്ക് ഭരണസമിതി പോലീസിൽ പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ DCC അംഗം O വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണപ്പണ്ടമായാലും അല്ലെങ്കിൽ പണമായാലും അതിൽ കൃത്രിമം നടത്തി എന്ന് ബോധ്യം വന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് അനുശാസിക്കുന്ന ചില നടപടിക്രമങ്ങളും നിയമങ്ങളുമുണ്ട്. ആദ്യമായി അവർക്കെതിരെ സ്ഥാപനത്തിന്റെ മേലധികാരികൾ നടപടിയെടുക്കുക. VC വിനോദ് അധ്യക്ഷത വഹിച്ചു. P സ്വാമിനാഥൻ, VN കൃഷ്ണൻ, K രാമകൃഷ്ണൻ, കൊമ്പത്ത് ഭാസ്കരൻ, P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിനഴി ഒളപ്പമണ്ണ മനയിലെ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിലെ ഭണ്ഡാരവും ഇതിലുണ്ടായിരുന്ന 8,000-ഓളം രൂപയുമാണ് മോഷണം പോയത്. വെള്ളിനഴി ഉളപ്പമണ്ണ മനയ്ക്കുള്ളിലെ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ സ്റ്റീൽ ഭണ്ഡാരം മോഷണത്തിൽ നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിലെ സ്റ്റീൽ ഭണ്ഡാരമാണ് കവർച്ച ചെയ്തത്. ഇതിലുണ്ടായിരുന്ന 8,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനായി മേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്.
ചെർപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണത്തിന് കേസെടുത്തതായും അന്വേഷണം ആരംഭിച്ചതായും ചെർപ്പശ്ശേരി SI പി അച്യുതാനന്ദൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. മണ്ണാർക്കാട്ടെ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മനുഷ്യച്ചങ്ങല തീർക്കും. വെള്ളിയാഴ്ച സമിതി വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം. മണ്ണാർക്കാട്ടെ ഗതാഗത പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരം ബൈപ്പാസ് നിർമ്മാണമാണെന്ന് സാമൂഹിക പ്രവർത്തകൻ KPS പയ്യനടം യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ആ തുടർച്ചയായ പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും മേലധികാരികളെ നേരിട്ട് കാണുന്നത് നിർമ്മാണമായിട്ട് എവിടെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു അവിടെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തുടർ പ്രവർത്തനം ഇന്നത്തെ ഈ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അഭിമാനിക്കുന്ന പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. കാരണം ഇത് ബൈപ്പാസ് എന്നുള്ള കാര്യം ഇന്ന് മണ്ണാർക്കാട്ടെ ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ്. പക്ഷെ അതിതേവരെ എവിടെയും വേണ്ടത്ര വന്നില്ല. ശ്രമങ്ങൾ ജീവിതത്തിലെ കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നടപ്പാക്കിയിരിക്കും. അതുകൊണ്ട് മണ്ണാർക്കാടിന്റെ ശാസ്ത്രമായ പരിഹാരം എന്നുള്ളത് ഒരു ബൈപ്പാസ് എന്നതാണ്. യാത്രാദുരിതത്തിനുള്ള പരിഹാരം എന്നുള്ളത് അത് നമ്മുടെ ഇനി വരാൻ പോകുന്ന പ്രക്ഷോഭങ്ങളുടെ മുഖ്യ ഇനമായി ഉയർത്തിക്കൊണ്ടുവരണം. മണ്ണാർക്കാട്ടെ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നൊട്ടമല വളവുകൾ നവീകരിക്കുക, ടിപ്പു സുൽത്താൻ റോഡ് വീതി കൂട്ടുക, ബൈപ്പാസ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഈ സമരം ഡിസംബറിൽ ഉണ്ടാകും. ജനുവരിയിൽ ജനപ്രതിനിധികളെയും ദേശീയപാത ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെമിനാർ സംഘടിപ്പിക്കാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിലെ മികച്ച ഭവന നിർമ്മാണ സഹകരണ സംഘത്തിനുള്ള പുരസ്കാരം രണ്ടാം തവണയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന് ലഭിച്ചു. സഹകരണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ അവാർഡ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘത്തെ തേടിയെത്തിയത്. സംസ്ഥാന ഹൌസിംഗ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഭവന നിർമ്മാണ സഹകരണ സംഘത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരമാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന് ലഭിച്ചത്. രണ്ടാം തവണയാണ് ഹൌസിംഗ് ഫെഡിന്റെ ഈ പുരസ്കാരം ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന് ലഭിക്കുന്നത്. എറണാകുളത്ത് നടന്ന ഹൌസിംഗ് ഫെഡ് വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ചെയർമാൻ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് സംഘം പ്രസിഡന്റ് P അരവിന്ദാക്ഷനും സെക്രട്ടറി K മുരളീമോഹനും ചേർന്നാണ് ട്രോഫിയും അവാർഡ് തുകയും ഏറ്റുവാങ്ങിയത്. CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഭവന നിർമ്മാണ രംഗത്ത് വായ്പകൾ നൽകി സാധാരണക്കാർക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവുമായി ഈ സംഘം പ്രവർത്തിച്ചു വരുന്നു. ചിട്ടയായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരമെന്ന് സംഘം പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ മികച്ച ഭവന സംഘം എന്ന രീതിയിലുള്ള അവാർഡ് ഇത് രണ്ടാം തവണയാണ് ബാങ്കിന് ലഭിക്കുന്നത്. കേരളത്തിലൊട്ടാകെ 206 ഹൗസിംഗ് സഹകരണ സംഘങ്ങളാണുള്ളത്. ഇവരെ കോർത്തിണക്കിക്കൊണ്ട് ഹൗസ് ഫെഡ് എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ഹൗസിംഗ് സൊസൈറ്റികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹൗസ് ഫെഡ് ഓരോ ജില്ലകളിൽ നിന്നും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് മികച്ച ഭവന നിർമ്മാണ സഹകരണ സംഘത്തെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒട്ടേറെ സഹകരണ സംഘങ്ങളുടെ കൂട്ടത്തിലേക്ക് ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘത്തെ കൂടി മാറ്റാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. 1979 ഈ സംഘം ആരംഭിച്ചത്. സാധാരണ ജനവിഭാഗങ്ങളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭവന നിർമ്മാണം, റിപ്പയറിംഗ് തുടങ്ങിയവയ്ക്ക് ദീർഘകാല വായ്പ നൽകുകയാണ് സംഘം മുഖേന നടത്തുന്നത്. വായ്പ തിരിച്ചടവ്, അംഗതല ഫെഡറേഷൻ തല കുടിശ്ശിക, വായ്പാ പ്രവർത്തനം, വായ്പേതര പ്രവർത്തനം എന്നിവ കണക്കിലെടുത്താണ് സംഘത്തിനെ അവാർഡിന് അർഹമാക്കിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പുളശ്ശേരിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയാവുന്നു. അറ്റകുറ്റപ്പണി നടത്തിയാലും താമസിയാതെ വീണ്ടും പൊട്ടാൻ കാരണം പൈപ്പുകളുടെ കാലപ്പഴക്കമാണ്. ചെറുപ്പശ്ശേരി ജലസേചന വകുപ്പ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. തൂത ഹെൽത്ത് സെന്ററിന് സമീപത്തും ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്നിലും ബസ് സ്റ്റാൻഡിനടുത്തെ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തും സെൻട്രൽ സ്കൂൾ പരിസരത്തുമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത്. കുടിവെള്ളം പാഴായി പോകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അറ്റകുറ്റപ്പണി നടത്തിയാലും അധികം വൈകാതെ വീണ്ടും പഴയപടിയാകുന്നതും ഇവിടെ പതിവാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് ഇതിന് കാരണം. ചെറുപ്പുളശ്ശേരി ജലസേചന വകുപ്പ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഞങ്ങളിത് പല പ്രാവശ്യം പലരും ഇത് വാട്ടർ അതോറിറ്റിക്ക് അറിയിച്ചിട്ടുണ്ട്. അവരെ ശ്രദ്ധ ഇങ്ങനെ തിരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളിതിൽ ഇടപെടാൻ കാരണം ഉണ്ടായത്. ഇത്രയും വെള്ളത്തിന്റെ
ലഭ്യത ഉള്ള സമയത്ത് ഇങ്ങനെ ഈ ഇത്രയും പൈസ ചെലവാക്കി വരുന്ന വെള്ളം അനാവശ്യമായി വിടുന്നതിൽ വാട്ടർ അതോറിറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തരത്തിലിത് വേസ്റ്റായി കളയുന്നത് ശരിയല്ല. ആരുടേതായ നമ്മുടെ വ്യക്തിയുടെയായാലും ഗവൺമെന്റിന്റേതായാലും പൈസയല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമല്ല. ആ സമയത്ത് ഇപ്പോൾ കുടിക്കാൻ വെള്ളത്തിന് എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മനുഷ്യർ സഹിക്കുന്നു. ഒരു എയും 3 ഓവർസിയറും ഒരു ഡിമാനും ഒരു ക്ലർക്കുമാണ് ഓഫീസിൽ വേണ്ടത്. ഇതിൽ ഡിമാനും ക്ലർക്കുമാണ് ഇപ്പോൾ ഓഫീസിലുള്ളത്. മണ്ണാർക്കാട് എയ്ക്കാണ് ചെർപ്പുളശ്ശേരിയുടെയും ചുമതല. ഉണ്ടായിരുന്ന ഓവർസിയർമാരെ പാലക്കാട്ടേക്ക് മാറ്റി. ഓഫീസിൽ നിലവിലുള്ള ജീവനക്കാരാണെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ചെർപ്പുളശ്ശേരി, വെള്ളിനേഴി, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം എന്നീ പഞ്ചായത്തുകളാണ് ചെർപ്പുളശ്ശേരി ജലസേചന വകുപ്പ് ഓഫീസിന്റെ പരിധിയിലുള്ളത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം പമ്പ് ചെയ്യുന്നതും ഇവിടെയാണ്. നാട്ടിലുടനീളം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത് തടയാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. ഈ വർഷം മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കടുത്ത വേനലും വരൾച്ചയും ഉണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴാണ് കുടിവെള്ളം യഥേഷ്ടം പാഴായി പോകുന്നതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കുടിവെള്ളം പാഴായി പോകുന്നത് തടഞ്ഞാൽ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും. കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും ചെർപ്പുളശ്ശേരി ജലസേചന ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് അനാസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. അതേസമയം പൊതു ടാപ്പുകളിൽ നിന്നും പൈപ്പിട്ട് കുടിവെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് ജലസേചന വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർശനമായ നടപടിയെടുക്കുമെന്നും പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം ഡിസംബർ 4 മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സ്വാഗത സംഘം ഭാരവാഹികൾ ഷൊർണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4, 5, 6, 7 തീയതികളിലായാണ് ഷൊർണൂർ ഉപജില്ലാ കലോത്സവം വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. ഉപജില്ലയിലെ 86 സ്കൂളുകളിൽ നിന്നായി 3000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 5-ാം തീയതി രാവിലെ നടക്കുന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി, FIT ചെയർമാൻ CAMA കരീം എന്നിവർ മുഖ്യാതിഥികളാവും. 7-ന് വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളി അധ്യക്ഷത വഹിക്കും. AO K നാരായണൻ സമ്മാനദാനം നടത്തും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. ഷൊർണൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 4 മുതൽ 7 വരെ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടുകയാണ്. ഈ മേളയിലും ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളും 1000-ഓളം അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുക്കുന്ന ഒരു മഹാമേളയാണ്. ഈ മേളയുടെ ഉദ്ഘാടനം 5-ാം തീയതി ബുധനാഴ്ച 9 മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ CP മുഹമ്മദ് നിർവഹിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി ടീച്ചർ, കരീം സാഹിബ്, സുരേഖ ടീച്ചർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു. സമാപന സമ്മേളനം ഡിസംബർ 7-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ MR മുരളിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കണ്ടമുത്തൻ, സ്വാഗത സംഘ ചെയർമാനും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് മുത്തുട്ടി വല്ലപ്പുഴ, AO നാരായണൻ, CV ബിന്ദു, C കബീർ, ശബരീഷ്, പത്മാദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം അടുത്ത തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ പള്ളിക്കുറുപ്പ് ശബരി ഹൈസ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട്, അട്ടപ്പാടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 13-ൽ പരം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള 200-ഓളം സ്കൂളുകളിൽ നിന്നായി 4500-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 4 ദിവസങ്ങളിലായി 22 സ്റ്റേജുകളിലായാണ് മത്സരം നടക്കുക. തിങ്കളാഴ്ച രാവിലെ 9-ന് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന്റെ തിരശ്ശീല ഉയരും. ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് KV വിജയദാസ് MLA നിർവഹിക്കും. സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാനദാനവും വ്യാഴാഴ്ച നടക്കും. N ഷംസുദ്ദീൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 53ാമത് മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം പള്ളിക്കുറുപ്പ് ഹൈസ്കൂളിൽ ഡിസംബർ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 4 ദിവസങ്ങളിലായി നടത്തുകയാണ്. 18 സ്റ്റേജുകളിലായിട്ട് ആ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇതിൽ 3-ാം തീയതി സ്റ്റേജ് തല മത്സരങ്ങളും രജിസ്ട്രേഷൻ മാത്രമാണ്. 4, 5, 6 തീയതികളിലാണ് സ്റ്റേജ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 4900-ഓളം കുട്ടികൾ ഈ 4 ദിവസങ്ങളിലായി വിവിധ മത്സര പരിപാടികൾ പങ്കെടുക്കുന്നു. ഈ പരിപാടികൾ നടത്തിപ്പിൻ്റെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു.
എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആമയൂർ AUP സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണ സംഭവം നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടതിനു ശേഷമായിരുന്നു കെട്ടിടം തകർന്നു വീണത്. ഇതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടതിനു ശേഷം 5:30യോടെയാണ് ആമയൂർ AUP സ്കൂളിന്റെ കെട്ടിടവും മേൽക്കൂരയും തകർന്നു വീണത്. സ്കൂൾ വിട്ട ശേഷമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് വെള്ളിയാഴ്ച നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഏറെ ശോചനീയാവസ്ഥയിലാണെന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. സ്കൂളിന്റെ ശോച്യാവസ്ഥയെപ്പറ്റി നിരവധി തവണ മാനേജ്മെന്റിനും മറ്റ് ബന്ധപ്പെട്ടവർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സ്കൂളിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ലെന്നും കെട്ടിടങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഇവിടെ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാല് അധ്യാപകന്മാര് ഒരു വിഭാഗം, അതിനാല് മാനേജ്മെന്റ് വേറെ വിഭാഗം, 2 വിഭാഗമായിട്ടാണ് ഇവിടെ അധ്യാപകന്മാര് ഗാങ്ങായിട്ട് പോണത്. എന്തെങ്കിലും സഹകരണത്തിന് വേണ്ടി രക്ഷിതാക്കൾ സഹായിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചില അധ്യാപകന്മാർ അതിൽ സഹകരിക്കുകയും മറ്റു ചില അധ്യാപകന്മാർ അതിന് വിഘടിച്ചു നിന്നുകൊണ്ട് അവർ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥ പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ PTA പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 100-600 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ വേറിട്ട് 312 കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. LP-യില് 5ാം ക്ലാസ്സിലെ ഒരു അധ്യാപകരില്ലാണ്ട് പ്രശ്നമുള്ള AUന്റെ മുന്നിലൊക്കെ വിഷയം അവതരിപ്പിച്ചതാണ്. പക്ഷേ ചുരുക്കത്തിൽ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ ഭാഗങ്ങൾ കൊണ്ടും PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞങ്ങൾ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അതേപോലെ ഇതിന്റെ മാനേജിന്റെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് ഈ സ്ഥാപനം എത്തിപ്പെടാനുണ്ടായ മുഖ്യ കാരണം. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടായില്ല. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് CP മുഹമ്മദ് MLA സ്കൂളിൽ സന്ദർശനം നടത്തി. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം സംഘടിപ്പിക്കാനും നാട്ടുകാർ ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇതുപോലെ ഞങ്ങളെ പാവപ്പെട്ട കുട്ടികളോട് പഠിക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന് അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് നടത്തട്ടെ. വേറെ കാര്യം പറയാനുള്ളത്, ഈ സമയം വരെയും മാനേജ്മെന്റോ അതിന് വേണ്ടപ്പെട്ട ഒരാളോ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ഇത്ര പ്രശ്നമായിട്ട് ഇവിടെ നിന്നിട്ട് പോലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ ഇവിടെ എത്തുന്നു. കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ 1ാം സ്ഥാനം നേടിയ എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ KV റുസ്ദീനയെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. മേളയിൽ 90ഓളം വിഭവങ്ങൾ ഒരുക്കി 1ാം സ്ഥാനം നേടിയ റുസ്ദീന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 20 തരം ഇരക്കറികളും നാടൻ വിഭവങ്ങൾ കൊണ്ട് വിവിധതരം തോരനുകളും പായസങ്ങളും പുട്ടുകളും പാനീയങ്ങളും ഒരുക്കിയാണ് റുസ്ദീന 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. നാട്ടിൽ സുലഭമായ സാധനങ്ങൾ കൊണ്ട് രുചികരവും പോഷകമൂല്യം ഒട്ടും പോകാത്ത രീതിയിൽ ആവിയിൽ വേവിച്ചെടുത്ത വിഭവങ്ങൾ മൺപാത്രങ്ങളിൽ വിളമ്പിയാണ് റുസ്ദീന മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയെങ്കിലും സംസ്ഥാനതലത്തിൽ ഇത്തരമൊരു അംഗീകാരം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് റുസ്ദീന പറഞ്ഞു. സ്കൂളിനും ജില്ലയ്ക്കും അഭിമാനമായി റുസ്ദീനയ്ക്ക് ഉയരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനാധ്യാപിക റൈഹാനത്തും പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെ റുസ്ദീന എന്ന കുട്ടി സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ പോഷക ആഹാരത്തിന്റെ നിർമ്മാണത്തിൽ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഈ ഗ്രാമീണത്തെ തനത് വിഭവങ്ങൾ കൊണ്ട് 20ലധികം ഇലക്കറികളും അതുപോലെ വ്യത്യസ്തമായ 100 കണക്കിന് വിഭവങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ഒരുക്കിയാണ് സമ്മാനം നേടിയത്. അത് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന വളരെ വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അംഗീകാരം കിട്ടിയത്. കോക്കനട്ട്, ഷെൽ പ്രൊഡക്റ്റ്, മെറ്റൽ എൻഗ്രേവിംഗ് എന്നിവയിൽ ജിഷ്ണു, ദൗഷ എന്നിവർക്ക് സംസ്ഥാനതലത്തിൽ B ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ജേതാക്കൾക്ക് ഊർജ്ജസ്വലമായ വരവേൽപ്പാണ് സ്കൂൾ അധികൃതർ നൽകിയത്. ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ശ്രീകൃഷ്ണപുരം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂക്കോട്ടുകാവിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചു. പരിപാടി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശീലാദേവി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ 27ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന ജനകീയ പരിപാടികളുടെ ഭാഗമായാണ് ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന്റെ സന്ദേശവും ബാങ്കിംഗ് സാക്ഷരതയും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
അസോസിയേഷൻ സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. എസ് രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കെ ശ്രീധരൻ, വി രാമകൃഷ്ണൻ, ഷാനവാസ്, സി രാംപ്രകാശ്, എസ് രാമകൃഷ്ണൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചളവറ KTN കോളേജ് ഓഫ് ഫാർമസിയുടെയും കേരള ബ്ലഡ് ഡൊണേഷൻ അസോസിയേഷന്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചളവറ KTN കോളേജിൽ രക്തദാന ക്യാമ്പ് നടന്നു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ രക്തദാനം നടത്തി. ബ്ലഡ് ഡൊണേഷൻ ഭാരവാഹികളായ ചന്ദ്രശേഖര മേനോൻ, ജാഫർ വാസിം അലി, കോളേജ് പ്രിൻസിപ്പൽ സുന്ദരേശൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് കൺസോർഷ്യം പ്രൈവറ്റ് ലിമിറ്റഡ് DIC ഡെവലപ്മെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ച റോ മെറ്റീരിയൽ ബാങ്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 3 രാവിലെ 9 മണിക്ക് മന്ത്രി PK മോഹനൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KS സലീഖ MLA അധ്യക്ഷത വഹിക്കും. CP മുഹമ്മദ് MLA, M ഹംസ MLA, ഷാഫി പറമ്പിൽ MLA, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ മോഹനചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ കൺസോർഷ്യം MD ശ്രീധരൻ, ചെയർമാൻ P ദിവാകരൻ, CP ജയൻ, CP ആനന്ദ് എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ റോ മെറ്റീരിയൽ ബാങ്ക് ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കൃഷി അച്ചടി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹൻ അവരാണ്. രാവിലെ 9 മണിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഷൊർണൂർ MLA ശ്രീമതി KS സലീഖ. ആദ്യ വിൽപ്പന ആദ്യ വിൽപ്പന നമ്മുടെ പട്ടാമ്പി MLA ശ്രീ CP മുഹമ്മദ് അവர்களுം മുഖ്യ അതിഥികളായിട്ട് ശ്രീ M ഹംസ MLA, ഷാഫി പറമ്പിൽ MLA പങ്കെടുക്കുന്നതാണ്. വൃക്കരോഗം ബാധിച്ചതിനെ തുടർന്ന് നരകയാതനയുമായി കഴിയുകയാണ് ഏലംകുളം മുതുകുറിശി മല്ലിശ്ശേരിയിലുള്ള സൈനബ എന്ന യുവതി. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ മാത്രം ജീവിക്കുന്ന യുവതി സുമനസ്സുകളുടെ സഹായഹസ്തത്തിനായി കീഴുകയാണ്. ദുരിതം തീർത്ത യാതനകളുമായി കഴിയുകയാണ് ഏലംകുളം മുതുകുറിശി മല്ലിശ്ശേരിയിലുള്ള സൈനബ എന്ന യുവതി. ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായതിനാൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സം കാരണം ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തുമാണ് യുവതിയുടെ ജീവൻ നിലനിർത്തുന്നത്. ഒന്നും അറിയാതെ ഉമ്മയോടൊപ്പമുള്ള 3 വയസ്സുകാരി മകളുടെ മുഖം ആരുടെയും കരൾ അലിയിക്കും. ദുരിത ദിനങ്ങൾ തള്ളി നീക്കി സൈനബയും മക്കളും ഇവരുടെ സഹോദരിമാരോടൊപ്പമാണ് താമസം. ഹോട്ടൽ തൊഴിലാളിയായ സൈനബയുടെ ഭർത്താവാണ് മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ട ഇവരുടെ ഏക ആശ്രയം. അനിയത്തിക്ക് ഞങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് കിഡ്നീന്റെ അസുഖം അതിങ്ങനെ 1-2 ഡയാലിസിസ് ചെയ്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ചികിത്സക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ ചികിത്സ ഇങ്ങനെ കഴിഞ്ഞു പോണത് ഇങ്ങനെ ഓരോ സാധനം കൊണ്ടാണ്. പിന്നെ 1-2 ഡയാലിസിസ് ഉണ്ട്. പിന്നെ ഓക്സിജൻ കുത്തി അങ്ങനെയൊക്കെ ഇടയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലാകുമ്പോൾ രാത്രിയാകുമ്പോൾ പകൽ ശ്വാസം മുട്ട് കൂടിയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്സിജൻ കുത്തി കൊടുത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. വീട്ടില് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ആണുങ്ങൾ കുറവാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കഴിഞ്ഞു പോകുന്നത്. വേറെ ആരും സഹായത്തിനൊന്നും ആരുമില്ല. ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് അറിയില്ല. ചികിത്സക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങളൊരു കമ്മിറ്റിക്കാരൊക്കെ പോയിട്ട് ഇങ്ങനെ മുന്നിട്ടിപ്പോൾ വന്നിട്ടുണ്ട്. സൈനബയുടെ ചികിത്സക്ക് ആഴ്ചയിൽ 5000-ത്തിലധികം രൂപ വേണം. സ്വന്തം പേരിലുള്ള സ്ഥലം വിറ്റും ഉദാരമതികളുടെ സഹായം കൊണ്ടുമാണ് ഇതുവരെ കഴിഞ്ഞുകൂടിയത്. വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. സൈനബയെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായനിധി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വൃക്ക മാറ്റിവെക്കാതെ നിവൃത്തിയില്ല എന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വൃക്കപ്പോ ഏത് രീതിയിൽ കിട്ടുമെന്ന് ഞങ്ങൾ ആശങ്കയിലാണ്. ഇവരുടെ വീട്ടിലുള്ളവരുടെ വൃക്കയാണെങ്കിലോ AB പോസിറ്റീവാണ്, ഈ കുട്ടിയുടെ വൃക്ക O പോസിറ്റീവാണ്. അപ്പൊ ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലുമായിട്ടും മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ മാറ്റിവെക്കാൻ ജനങ്ങളുടെ സഹായം സഹകരണം ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ്. ഇതിലേറെ സങ്കടകരം എന്താ വെച്ചാൽ ഈ 3 വയസ്സായ ഒരു പെൺകുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ഈ ഒപ്പം ഇങ്ങനെ നടക്കുക. അപ്പൊ രോഗമായിട്ട് കിടക്കുന്ന സമയത്ത് ഈ കുട്ടി വാശി പിടിച്ചും കൊണ്ടും ഒക്കെ എങ്ങനെയാണ് 2 അവിവാഹിതകളായ ജ്യേഷ്ഠത്തിമാരാണ് വീട്ടിലാകെ ഉള്ളത്. അവരാണെങ്കിൽ ഇതിന്റെ പരിചരണത്തിലൊന്നും മുന്നോട്ട് പോവുകയാണ്. സൈനബയെ സഹായിക്കുന്നതിനായി പെരിന്തൽമണ്ണ യൂണിയൻ ബാങ്കിൽ പുതിയ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. നന്മ പറ്റാത്ത സുമനസ്സുകളുടെ കരുണയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിക്കുന്ന ഉണ്ണികൃഷ്ണന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. മണ്ണാർക്കാട് മുൻ ചീഫ് മജിസ്ട്രേറ്റ് TV പ്രജില യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഷൊർണൂർ ഡിവൈഎസ്പി KM ആന്റണി ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഉണ്ണികൃഷ്ണനെ ഉപഹാരം നൽകി. ചെർപ്പശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ K കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ A ദീപകുമാർ, ASI നൂർ മുഹമ്മദ്, അഡീഷണൽ SI ഭാസ്കരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചെർപ്പശ്ശേരി സബ് ജില്ലാതല ന്യൂ മാത്സ് തെരഞ്ഞെടുപ്പും ഗണിത ശില്പശാലയും ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ സമിതിയുടെയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന നൂതന പദ്ധതിയാണ് ന്യൂ മാത്സ്. ഗണിതശാസ്ത്രത്തിൽ മിടുക്കരായ 6ാം ക്ലാസ്സിലെ 74 കുട്ടികളെ സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്ത് 10ാം ക്ലാസ് കഴിയും വരെ ഗണിത ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്ലാസുകളും പ്രായോഗിക അനുഭവങ്ങളും പദ്ധതി പ്രകാരം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ M ദേവയാനി പുതിയ പ്രസിഡന്റ്. മാറ്റം UDFിലെ മുന്നണി ധാരണ പ്രകാരം. വൈസ് പ്രസിഡന്റും മാറും. മണ്ണാർക്കാട് തെങ്കര ഗ്രാമപഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി വാട്ടർ അതോറിറ്റി. ഭരണാനുമതി 8.5 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക്. ആദ്യഘട്ടത്തിൽ തടയണയും കിണറും പ്ലാന്റും നിർമ്മിക്കും. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ എലുമ്പലാശ്ശേരി ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവം. ശാഖാ മാനേജർക്കും ബാങ്ക് ജീവനക്കാരനുമെതിരെ ഭരണസമിതി പോലീസിൽ പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ. ആനമങ്ങാട് മണലായയിൽ മത്സ്യം വളർത്തുന്ന കോറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കോറി മാലിന്യ പ്രശ്നമുണ്ടാക്കുന്നതായി സമീപവാസികൾ. പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സ്ഥലം സന്ദർശിക്കും. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ചെർപ്പശ്ശേരിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ല. അധികൃതരുടെ അനാസ്ഥയെന്ന ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.